ഇതിനകത്തോ ഈ മണ്ണിട്ടേക്കിനടുത്താ? പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 6 മാസം കൊണ്ട് നായ ഇവിടെ കുരയ്ക്കുന്നു. ഇത് 6 മാസം കൊണ്ടല്ല 60 വർഷം കൊണ്ട് ഇതിനകത്ത് ഉണ്ടോന്നുണ്ട്. അത്രയ്ക്ക് വലിയ മാളമാണ് ഇവിടെ കാണുന്നത്. ഇതാ ഇവിടെ അതാ നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. ഇന്നലെ രാവിലെ തുടങ്ങിയ യാത്ര ഇന്ന് വെളുപ്പാങ്കാലത്ത് 6:30 മണിക്കാണ് അവസാനിക്കുന്നത്. അതിൽ ഏറ്റവും എനിക്ക് എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 12:30-1 മണിയോടുകൂടി എനിക്ക് പള്ളിച്ചലടുത്ത് പെരിങ്ങമലയ്ക്ക് അടുത്തൊരു ഒരു വീട്ടിൻ്റെ ബേസ്മെൻറ്റിനകത്തൊരു അതിഥി ഇരിക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് അടുത്ത വീട്ടിൽ നിന്ന് പമ്പ് മോട്ടർ വെച്ച് വെള്ളമൊക്കെ അടിച്ച് ഇറക്കി പിടിച്ച് ചാക്കി കെട്ടി വണ്ടി കയറ്റി മെഡിക്കൽ കോളേജ് എത്തിയപ്പോൾ വീണ്ടും അവർ വിളിക്കുന്നു, ചേട്ടാ വീണ്ടും ഒന്നുകൂടെ തലയിട്ടെന്ന്. വീണ്ടും തിരിച്ചു വന്നു. അതുപോലെ വെള്ളം പമ്പ് ചെയ്ത് പിടിച്ചു ചാക്കി കെട്ടി ഏകദേശം 3 മണി 2:30 മണി വരെ കഴിഞ്ഞു. ചാക്കി കെട്ടി പോകാനായിട്ട് വണ്ടി കയറിയപ്പോൾ വീണ്ടും വിളിക്കും, ചേട്ടാ ഒന്നുകൂടെ തലയിട്ടിരിക്കുന്നു. വീണ്ടും ഞാൻ അവിടെ നിന്നൊരു ടെമ്പോയിൽ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ടെമ്പോയിൽ ഒരു 5000 ലിറ്റർ വെള്ളം വിളിച്ച് പമ്പ് ചെയ്ത് വീണ്ടും ഇറക്കി അതിന് 3ാമത്തെ അതിഥിയും പിടിച്ച് ഇന്ന് രാവിലെ 6:30 വീട്ടിൽ വന്നുടനെ രണ്ട് കോളുകളുണ്ടായിരുന്നു. 2 കോളും കിട്ടിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര, വ്യത്യസ്തമായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂങ്കുളത്തിനടുത്ത് നമ്മുടെ കാക്കാമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അമരിവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു നായ കെട്ടിയിരുന്ന സ്ഥലത്തൊരു മാളത്തിൽ 1-2 അതിഥികൾ ഇങ്ങനെ കയറിപ്പോയി തലയിട്ടു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്കറിയാം ഒന്നിൽ കൂടുതൽ അതിഥികളൊരു സ്ഥലത്ത് കാണുകയാണെങ്കിൽ നമുക്കറിയാം മുട്ടയിടുന്ന സമയമാണ്, ഇണചേരുന്ന സമയമാണ്, മുട്ടയിടാൻ തുടങ്ങുന്നു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതിലുപരി എന്ന് പറയും ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു 2-3 നായ്ക്കളുടെ കുര കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നല്ല മണം എന്താണെന്ന് അറിയാം, ചാണകത്തിൻ്റെ മണം. എനിക്കത് ആസ്വദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കിട്ടുന്നത് എൻ്റെ വീട്ടിൽ ചെറുപ്പം ഒരു പശുക്കളാണ്, ഇപ്പോഴും പശുവുണ്ട്. അപ്പോൾ ചാണകത്തിൻ്റെ മണം കിട്ടുമ്പോൾ സൂപ്പർ. സൂപ്പർ. ഇത് കണ്ട കച്ചി വയ്ക്കോല് അടിപൊളി. ഇപ്പോൾ ഇങ്ങനെ പണ്ട് നമ്മൾ 10 രൂപയുടെ കയറ്റുകളായിരുന്നു അല്ലേ? നമസ്കാരം മോനെ, എന്താ പേര്? സജിൻ. സിറ്റിക്കകത്തൊക്കെ വന്നാൽ അതൊന്നുമില്ല. ഇതിപ്പോൾ ഗ്രാമങ്ങളല്ലേ, ഗ്രാമത്തിലേക്ക് നമുക്ക് കാണാം. സൂപ്പർ. പയ്യൂന് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഇവരെയൊക്കെ തൊടുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ മോനെ ഇത് എവിടെയാണ് കണ്ട പാമ്പിനെ? വീടിൻ്റെ പുറകുവശം. ഈ നായ്ക്കൾ എത്ര പേരുണ്ട് എല്ലാം കൂടെ? എൻ്റെ ഞാൻ 3 എന്നാണോ? ഞാൻ 6 പേരുണ്ടോ? അപ്പുറത്തും ഉണ്ട്. ആ നമസ്കാരം. എന്തുണ്ട്, സുഖമായിരിക്കുന്നല്ലോ? എന്താ പേര്? ഷിബു. ആ ഈടാ ഷിബു. കൊച്ചി പിള്ളേർ പേരെടുത്തിട്ടേക്കുന്നു ഷിബു എന്ന്. നമസ്കാരം ഏട്ടാ. ഈ സൗണ്ടാണ് എന്നെ വിളിച്ചല്ലേ? അല്ലേ? ആദ്യം വേറെ ആരാ വിളിച്ചു? അതാരാ വിളിച്ചു ആദ്യം? മോൻ എവിടെയാ? അപ്പോൾ ഓക്കെ. ഇതാരാ? കുഞ്ഞാവാ. ഹലോ എന്താണ്, സുഖമാണോ? ചേക്കൻ്റെ വരൂല്ലേ? ചേക്കൻ്റെ. ആ സുഖമാണോ? ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ ഈ മണ്ണിട്ടേക്കിനടുത്താ? അവിടെ മാളം ഉണ്ടായിരുന്നോ? ചെമ്മണ്ണിൽ പോയിട്ടൊന്നുമില്ല. അതിനുശേഷം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? മാറിയിട്ടില്ല. മൺമട്ടി ഉണ്ടെങ്കിൽ അതിൽ. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഈ ഒരു സ്ഥലം ഒരു മണ്ണിട്ട ഹോള് ചവിട്ടി അടച്ചു. ഇത് കയറിയ ഉടനെ ഉണ്ടാ അടിപൊളി. അവരുടെ അമ്പയവിടെയൊക്കെ എന്ത് സുഖം. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ നായ ഉണ്ടായിരുന്നല്ലേ ഇവിടെ കെട്ടിയേക്കായിരുന്നു? പകലോ രാത്രിയോ? ആ. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇവിടെ ഇതല്ല, ഇതൊരു മാളമാണെന്ന് നോക്കണേണ്. അല്ല, ഇവിടെ ഒരു മാളമുണ്ട് അല്ലേ? ഇതല്ലേ മാളം? ഇത് തന്നെ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു മാളമുണ്ട്. അതിനകത്ത് ചേട്ടൻ ഒരു കല്ല് വെച്ച് അടച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അപ്പുറത്ത് തന്നെ അവിടെയും ഹോളില്ല. ചേട്ടാ ഇതിൻ്റെ അടിയിൽ പാറക്കെട്ടാണോ എന്താണ് ഇതിൻ്റെ അടിയിലത്തെ കെട്ട്? കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് സാധ്യത ഉണ്ട്, നമുക്ക് നോക്കാം. അവിടെയൊക്കെ അത്രയും കാടാണ്, പുല്ലും വാഴയുണ്ട്, പപ്പയുണ്ട്, എല്ലാം. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആരുടെ പറമ്പാണ്, അതെല്ലാം കാട് കിടക്കുന്നത്. അത് കുഴപ്പമില്ല, അതും എടുക്കാം, ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. ഇത് എടുത്തേക്കാം. മണ്ണ് കൊണ്ടിട്ടതല്ലേ?
ഇതങ്ങ് മാറ്റി വെച്ചാൽ കട്ടുറുമ്പാണ് കേട്ടോ. അപ്പം നമുക്കിതിനകത്ത് മാളമുണ്ട് എന്നവർ പറയുന്നു, കൃത്യമാണ്. പോയിട്ടില്ല. നായ് 6 മാസം കൊണ്ട് കുരയ്ക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. താബൂക്ക് സിമൻറ്റ് ഹോൾ എവിടെയായിരുന്നു ചേട്ടാ? ചുടുകല്ല് കിട്ടിയില്ലല്ലോ. ഇതാണോ? മോൻ ആ സമയം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? പോയിട്ടില്ല, കയറിയ സമയം തൊട്ട് അല്ലേ? ഇതാണല്ലേ ചുടുകല്ലേ? ഏറ്റവും പറഞ്ഞ കല്ല് ഇതാണല്ലേ? അല്ലേ? കല്ല് നമ്മളിപ്പോഴാണ് എടുത്തത്. ഇത് തന്നെ ഹോളല്ലേ? ഇവിടെ ഇപ്പം നമുക്ക് വാഴി കാണാം, പക്ഷെ വലിയ വാഴി, നല്ല വാഴിയാണ്. അപ്പുറത്തൊന്നും മാളമില്ലല്ലോ. ഏടാ? അല്ല അവിടെ അതല്ല ഹോള്. വാഴി ഇതാട്ടെ. പിന്നെ അങ്ങോട്ട് വാഴിയില്ല. അങ്ങോട്ട് ഇത് കണ്ട കട അങ്ങനെ കിടക്കല്ലേ? ഇതേ പെരിങ്ങമലവരുണ്ട്. പേടിക്കണ്ട കണ്ടാ, പെരിങ്ങമലവരെ കിടക്കും കേട്ടാ. മണ്ണാണല്ലേ? ഇവർ പറയുന്നത് ഇവർ കോരിക്ക് തട്ടിയ മണ്ണെന്ന് പറയുന്നു, പക്ഷെ നല്ല മാളമുണ്ട്. അതിലുപരി കാണുന്നില്ല. അപ്പം നമുക്കെന്തായാലും ഈ ചാക്ക് മൂടി മാറ്റാം. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 6 മാസം കൊണ്ട് നായ ഇവിടെ കുരയ്ക്കുന്നു. ഇത് 6 മാസം കൊണ്ടല്ല 60 വർഷം കൊണ്ട് ഇതിനകത്തുണ്ടോയെന്ന് പറയണ്ട. അത്രയ്ക്ക് വലിയ മാളമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതുവരെ ഉള്ളൂ.
ഇവിടെയൊക്കെ ഹോളുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഹോളുണ്ട്. അടിപൊളി വലിയ ഹോള് കണ്ടേ. ഇതവിടെ എന്താ അനങ്ങുന്നുണ്ടേ, ഇതവിടെ നോക്കിയിട്ടെ, ഇതവിടെ ഇതവിടെ അനങ്ങുന്നു നോക്കിയത്, ഇതവിടെ അനങ്ങുന്നുണ്ട് നോക്കിക്കോണേ കളയല്ലേ, ഇതാണ്ട് ഇവിടെ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ? ചേട്ടാ നമുക്കേ ഇത്രയും മാറ്റിക്കളാം. എന്താണെന്നറിയാം, ഇതിൻ്റെ ഒരു വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങിയാലേ നമുക്കറിയാൻ പറ്റില്ല. ഇതിനെ മാറ്റിയിട്ട് ഈ തൊണ്ടും കൂടെ മാറ്റി കേട്ടോ. ആ ചെറിയ മൺമടി ഒരു ചെറിയ മൺമടി കിട്ടി. ഈ മണ്ണ് ബാക്കിലോട്ട് പോകാം. നമ്മളിവിടെ മണ്ണ് മാറ്റി വന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു മാളത്തിനകത്ത്, പക്ഷെ ഇപ്പം അത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെട്ടിയപ്പോൾ ഈ മാളത്തിനകത്ത് കണ്ടു, പിന്നെ അങ്ങോട്ട് വെട്ടിയിട്ടൊന്നും പിന്നെ കണ്ടില്ല. നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ പണിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ചെറിയ മാളമാണ്, കൈ ഇട്ടിങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു അനക്കം പോലെ തോന്നി, ഇവിടെ ഒരു അനക്കം പോലെ തോന്നി. എങ്ങോട്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ നിന്ന് മാറിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ആ അടിപൊളി, ഇതാ നമ്മൾ പതുക്കെ വെട്ടിയപ്പോൾ തന്നെ കണ്ടു. എന്തായാലും കണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. അത് ഇവിടെ 6 മാസം കൊണ്ടല്ല, 6 മാസം കൊണ്ടുള്ള വരുന്നേ, പോണാശേ. കണ്ടത് നന്നായി. അതിലുപരി ഫീമെയിൽ പെണ്ണാണ്, അതിലുപരി ഇണ ചേർന്നിട്ടുണ്ട്, ഇണ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇണ ചേർന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചക്കകത്തേ ആവാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളെപ്പോലുള്ളവർക്ക് അത് അറിയാം. കാരണം പാമ്പിനെ സ്ഥിരം പിടിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇണ കിട്ടിയ ഇണയാവുന്ന പാമ്പുകളെ പിടികൂടിക്കൊണ്ടുവന്ന് മുട്ടയൊക്കെ എടുത്ത് മുട്ട വിരിയിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റും പണ്ട് കാലങ്ങളിൽ. ഇത്രയും വർഷത്തെ യാത്രയുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതൊരു ഫീമെയിൽ. പുള്ളി പറഞ്ഞ് 2 പേര് ഉണ്ടാകുന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണാം. ഏകദേശം 5 വയസ്സോളം പ്രായം വരുന്ന, 5 അടിയോളം നീളം വരുന്നൊരു പെൺ മൂർഖൻ അതിഥിയാണ്. തല ചെറുത്, ചുണ്ട് നമുക്ക് നോക്കി അറിയാം, ചുണ്ട് നല്ല കൂർത്തിരിക്കുന്നു. ഇനിയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള അതിഥികളെ കാണുകയാണെങ്കിൽ ഒരാളിനെ കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ നോക്കണം അടുത്ത് വേറെ ആളുണ്ടോ എന്ന്. കാരണം മുട്ടയിടുന്ന സമയമാണ്.
അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. നമ്മൾ അദ്ദേഹത്തിനെ സേഫായിട്ട് മാളം തോണ്ടി എടുത്തു. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനെ ചാക്കിലാകണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. സംശയമേ ഉള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സംശയം, ഈ 6 മാസം കൊണ്ട് ഒരിടത്ത് കാണുന്നുണ്ടെന്ന്, സ്ഥിരം കാണുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയാൻ പറ്റില്ല, ഒരു 50-60% ചിലപ്പോൾ മറ്റേ ആൾ കൂടി ഇവിടെ കാണും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല, നമുക്കൊരു സംശയമാണ് അവിടെ ഉണ്ട്. കാരണം അത്രയും ഉള്ളിൽ നല്ല മുട്ടയിടാൻ പറ്റിയ സാഹചര്യത്തിൽ ഇരുന്നതുകൊണ്ട് ഒരു സംശയമുണ്ട്. പക്ഷേ ആദ്യം നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന് എന്തായാലും ഇവിടെ സേഫായിട്ട് വെക്കാം. ഇല്ല, ഒന്നേ ഉള്ളൂ. മറ്റേ ഹോളില്ല, ഒന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു 2 എണ്ണമാണെന്ന്. അപ്പോൾ 2 ഇല്ല, 1. പക്ഷേ നമ്മുടെ സ്നേക്ക് മാസ്റ്ററിൻ്റെ വീഡിയോ എല്ലാ ആൾക്കാരും നമ്മൾ പരമാവധി മലയാളികൾ മാത്രം അല്ലാത്തവരും അത് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞാത്തൊരു മലയാളം പലരിൽ നിന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലൊരു ചാനലിലൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി അത് മലയാളം നന്നായിട്ട് അറിഞ്ഞുവിടാത്ത ആൾക്കാരോട് അത് ഒരു ഉപകാരമായി മാറും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ എന്താ പറയുക, കാക്കാമൂലയ്ക്ക് അടുത്ത് നമ്മളെ പ്രിയപ്പെട്ട പശു തൊഴുത്ത് നായ്ക്കളൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ ഉദ്ദേശം 5 അടിയോളം നീളമുള്ള 6 വയസ്സിനടുത്ത് പ്രായമുള്ള ചേർന്ന പെൺമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. നമസ്തേ.